ഇന്നത്തെ അതിഥി ഡോക്ടർ എൻ.എ. കരീം, വിദ്യാഭ്യാസ വിചക്ഷണൻ, രാഷ്ട്രീയ ചിന്തകൻ, സാമൂഹ്യ പ്രവർത്തകൻ എന്നീ നിലകളിൽ കേരളത്തിൽ പരക്കെ അറിയപ്പെടുന്ന വ്യക്തി. കരീം സാറേ, നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ കേരളം വളരെ പിന്നോക്കം പോയിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്താണ് ഈ അവസ്ഥയ്ക്ക് കാരണം? ഇതിലൊരു വൈരുദ്ധ്യമുണ്ട്. പ്രാഥമിക വിദ്യാഭ്യാസം, സാക്ഷരത എന്നീ രംഗങ്ങളിൽ കേരളത്തിന് ആദ്യമായി തന്നെ ഒരു മുൻതൂക്കം കിട്ടി. അതിൻ്റെ ഫലമായി ഇന്നിപ്പോൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയിട്ടുണ്ട്. പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമല്ല, സെക്കൻഡറി വിദ്യാഭ്യാസം പോലും ഇന്ന് കേരളത്തിൽ സാർവത്രികമാണ്. പക്ഷേ അതിനനുസരിച്ച് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിലുണ്ടായ വിദ്യാഭ്യാസ വളർച്ചയ്ക്ക് അനുസരണമായി കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വളർച്ചയുണ്ടായില്ല. ഉന്നത വിദ്യാഭ്യാസം എന്ന് ഞാൻ പറയുമ്പോൾ സാങ്കേതിക പ്രൊഫഷണൽ വിദ്യാഭ്യാസമടക്കമുള്ള ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നാം മറ്റു പല പിന്നോക്ക സംസ്ഥാനങ്ങളുടെയും പിന്നിലായിരിക്കുന്നു. ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ആ പ്രായപരിധിയിലുള്ള കുട്ടികളുടെ എണ്ണം നോക്കിയാണ് ഇതിൻ്റെ വളർച്ച തീരുമാനിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടാകേണ്ട കുട്ടികളുടെ ശതമാനം നോക്കുകയാണെങ്കിൽ കേരളത്തിൽ അത് ദേശീയ ശരാശരിയുടെ പിന്നിലാണ്. ദേശീയ ശരാശരി എന്ന് പറയുന്നത് 8.6% ഒരു കണക്കനുസരിച്ച്. നമ്മൾ ഇന്ന് 7.9% മാത്രമേ ഉള്ളൂ. ഇതിനൊരു കാരണം, നമ്മുടെ ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിച്ചത് സാർവത്രിക വിദ്യാഭ്യാസത്തിനായിരുന്നു. പ്രൈമറി വിദ്യാഭ്യാസം, അതുപോലെ തന്നെ സാക്ഷരതാ പ്രചരണം. ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ള നിലവാര തകർച്ചക്ക് നമ്മുടെ അക്കാഡമിക് സമൂഹത്തിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലായ്മ ഒരു കാരണമാണെന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ? അത് കാരണങ്ങളിൽ ഒന്നാണ്. പക്ഷേ അതിനേക്കാൾ പ്രധാനമായ കാരണം ഗവൺമെൻറ്റിൻ്റെ നയത്തിൽ വന്ന പാളിച്ചയാണ്. നമ്മുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കുന്ന പണത്തിൻ്റെ നല്ലൊരു വിഹിതം സ്കൂൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിച്ചത് കൊണ്ടാണ് ചെലവഴിക്കാൻ മാറി മാറി വന്ന ഗവൺമെൻറ്റുകളുടെ നയം അതായിരുന്നു. അതേസമയത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ള പുതിയ പ്രവണതകൾ കാണാനോ അതിൻ്റെ ഭാവി പ്രാധാന്യം മനസ്സിലാക്കുവാനോ നമ്മുടെ നയരൂപീകരണം നടത്തിയ ഭരണാധികാരികൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിനേക്കാൾ പ്രധാനമായ കാരണമെന്ന് ഞാൻ. ഇപ്പോൾ കോളേജ് വിദ്യാഭ്യാസം എടുത്താൽ സാറ് ദീർഘകാലം ഇംഗ്ലീഷ് അധ്യാപകനായിരുന്ന ആളാണ്. പഴയ തലമുറയിൽ മിക്കവാറും കോളേജുകളിൽ ഷേക്സ്പിയറുടെ പേരോടുകൂടി ചേർത്ത് പറയുന്ന ഇംഗ്ലീഷ് അധ്യാപകരുണ്ടായിരുന്നു. അങ്ങനെ താതാത്മ്യം പ്രാപിച്ച് ക്ലാസ്സുകൾ എടുത്തിരുന്ന ഇംഗ്ലീഷ് അധ്യാപകർ ഇന്നത്തെ തലമുറയിൽ, ഇന്നത്തെ അധ്യാപകരിൽ നമ്മളങ്ങനെ ഷേക്സ്പിയറോട് കൂട്ടിച്ചേർത്ത് പറയുന്നൊരു ഇംഗ്ലീഷ് അധ്യാപകനെ കാണുന്നില്ല. വളരെ ശരിയാണ് ഈ അഭിപ്രായം. അതിന് പല കാരണങ്ങളുമുണ്ട്. ചില സാമൂഹ്യമായ കാരണങ്ങൾ നാം മനസ്സിലാക്കണം. അന്ന് വളരെ പ്രഗത്ഭന്മാരാണ് ഈ അധ്യാപക വൃത്തിക്ക് വേണ്ടി വന്നിരുന്നത്. കോളേജുകളുടെ എണ്ണം വർദ്ധിക്കുകയും കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തതോടുകൂടി വാസ്തവത്തിൽ ഈ തൊഴിലിൽ ഒരു പ്രതിബദ്ധതയുമില്ലാത്ത, മറ്റ് രംഗങ്ങളിൽ ജോലി തേടി പരാജയപ്പെട്ട പലരും ഈ രംഗത്തേക്ക് ഗതികെട്ട് വന്ന ഒരു നിലയുണ്ടായിരുന്നു. പിന്നെ കോഴ വാങ്ങിയും നടത്തുന്ന ഒരു അത് പിന്നീട് വന്നപ്പോൾ, അതിൻ്റെ കോഴയുടെ കാര്യം കൂടെ വന്നപ്പോൾ വളരെ നിലവാരമില്ലാത്തവരെ, ആ നിലവാരമുള്ളവർ തന്നെ ബുദ്ധിപരമായിട്ട് അവർക്ക് നിലവാരം ഉണ്ടായിരിക്കാം, പക്ഷേ തങ്ങൾ കോഴ കൊടുത്താണ് ജോലി വാങ്ങിയത് എന്നുള്ള ഒരൊറ്റ അവബോധമുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഈ ജോലിയോട് ഒരു പ്രതിബദ്ധതയും ഇല്ലാതായി. മാനേജ്മെൻറ്റിനോട് കൂറില്ല, സ്ഥാപനത്തോട് കൂറില്ല, കുട്ടികളോട് പ്രതിബദ്ധതയില്ല, സമൂഹത്തോട് ഉത്തരവാദിത്വമില്ല. ഈ ഒരു നില വരാൻ കാരണം സമൂഹത്തിലെ ചില പ്രശ്നങ്ങളാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട കാണാനാവുന്ന സമൂഹവുമായി ബന്ധപ്പെടുത്തി വേണം വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ. സാർവത്രികമായി ഉണ്ടായിട്ടുള്ള ഒരു മൂല്യശോഷണത്തിൻ്റെ ഭാഗമാണ് അധ്യാപക സമൂഹത്തെയും ബാധിച്ചതെന്നാണ്. അതെ, തീർച്ചയായും അതെ. വാസ്തവത്തിൽ അധ്യാപകന്മാർ ഒരു കാലത്ത് നമ്മുടെ സമൂഹത്തിൽ മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു വർഗമായിരുന്നു. സംരക്ഷിക്കുക മാത്രമല്ല, മൂല്യങ്ങൾ പ്രചരിപ്പിക്കുന്ന വ്യാപനം ചെയ്യുന്ന ഒരു വർഗമായിരുന്നു. അവരൊരു മോഡലായിരുന്നു, മാതൃകയായിരുന്നു, സമൂഹത്തിന് ഒരു പ്രചോദന കേന്ദ്രമായിരുന്നു. അതെല്ലാം പോയിട്ട്
അവർ പരിഹാസ്യരാകുന്ന ഒരു നില വരെ വന്നിരിക്കുന്നു. സമൂഹം ചിലപ്പോൾ പുച്ഛത്തോടു കൂടി നോക്കി കാണുന്ന ഒരു നില വരെയും വന്നതിന് കാരണം ഈ ഒരു തരം ഒരു ആസൂത്രണവുമില്ലാതെയുള്ള വിദ്യാഭ്യാസ വളർച്ചയും അതിൽ ഈ സ്വകാര്യ ഏജൻസികൾ നടത്തിയ ചില അഴിമതികളൊക്കെ അതിന് ബാധകമാണ്. അതിൽ ഗവൺമെൻറ്റും അതിന് കൂട്ടുനിന്നു എന്ന് വേണം പറയാൻ. അല്ല, പക്ഷേ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകണ്ടേ? മാറ്റം ഉണ്ടാകും എന്ന് അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ട്? മാറ്റം തീർച്ചയായും ഉണ്ടാകാതിരിക്കാൻ നിവൃത്തിയില്ല. എന്തുകൊണ്ട്? എങ്ങനെയാണ് മാറ്റം സംഭവിക്കാൻ മാറ്റം രണ്ടു വിധത്തിലുണ്ടാവാം. ഒന്ന്, ഗതികേടുമ്പോൾ ഒരു മാറ്റം ഉണ്ടാവും. ഇപ്പോൾ ഒരാൾക്ക് അധപ്പതിക്കാൻ കഴിയുന്ന ഒരറ്റം വരെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മാറ്റം അയാളുണ്ടായി. അതായത് നെല്ലിപ്പലകയിൽ വീണ് കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേൽക്കാൻ കഴിയാതെ വരുന്ന സ്ഥിതി. അത് നമ്മുടെ സമൂഹത്തിൽ ചില ശക്തികളുണ്ട്. നമ്മൾ ചിലപ്പോൾ കാണുമ്പോൾ അധപ്പതനത്തിൻ്റെ ശക്തികളുടെ പ്രവർത്തനമായിരിക്കും നമ്മൾ കാണുന്നത്. ചിലപ്പോൾ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തികളും വളരെ സൂക്ഷ്മമായി പ്രവർത്തിക്കുന്നുണ്ടാവും. ഈ സമൂഹത്തിൻ്റെ ആ ഒരു ഘടനയുടെയും പ്രവർത്തനത്തിൻ്റെയും ചരിത്രം മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് അറിയാലോ, ഷ്രോയെ പോലുള്ളവർക്ക് അറിയാലോ സാമൂഹിക പരിവർത്തനങ്ങളുടെ എല്ലാം ചരിത്രം. അതുകൊണ്ട് അങ്ങേറ്റം നിരാശപ്പെടണമെന്നില്ല. പക്ഷേ ഈ അധപ്പതനം തടയാനും പുനരുദ്ധാരണം വളരെ വേഗമാക്കാനും നമുക്ക് കഴിയും ഇടപെടലുണ്ടായാൽ. സമൂഹത്തിൻ്റെ ബോധപൂർവമായ അല്ലെങ്കിൽ സമൂഹത്തിലെ നിർണായക ശക്തികളുടെ ബോധപൂർവമായ ഇടപെടലുകളുണ്ടെങ്കിൽ നമുക്ക് ഈ ജീർണത അവസാനിപ്പിക്കാൻ കഴിയും, ഒരു പുതുജീവൻ സൃഷ്ടിക്കാനും കഴിയും. അല്ല, വളരെ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് മുതൽ സജീവമായി രാഷ്ട്രീയത്തിൽ ഏർപ്പെട്ട ഒരു വ്യക്തിയാണ് കരീം സാറ്. പക്ഷേ ഇന്ന് രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ള മൂല്യശോഷണത്തെക്കുറിച്ച് എന്തെങ്കിലും കാലത്ത് അങ്ങ് ചിന്തിച്ചിട്ടുണ്ടോ? ആ കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന സമയത്ത് അന്ന് ഇന്നത്തെ ഒരു കാലഘട്ടം വിഭാവനം ചെയ്യാൻ പോലും കഴിയുമായിരുന്നില്ല. ഞങ്ങളൊക്കെ രാഷ്ട്രീയ രംഗത്ത് വരുന്ന കാലത്ത് ഒരു ആദർശപുഷ്കരമായ ഒരു കാലമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമോ, എന്ന് ലഭിക്കും? സൂര്യനസ്തമിക്കാത്ത ഒരു സാമ്രാജ്യത്വത്തിൻ്റെ കീഴിൽ കിടക്കുന്ന ഒരു രാജ്യത്ത് സ്വാതന്ത്ര്യം വായു ശ്വസിക്കാൻ കഴിയും, എൻ്റെ ജീവിതകാലത്ത് ശ്വസിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. എങ്കിലും ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അദമ്യമായ ഒരു തൃഷ്ണയുണ്ടല്ലോ, അതുണ്ടായിരുന്നു. ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. അന്ന് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്ന്, ഞങ്ങളൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കൂടിയാണ് രാഷ്ട്രീയത്തിൽ വന്നത്. അന്ന് വിദ്യാർത്ഥികളുടെ ഇടയിലെ ഈ സത്ത് എന്ന് പറയാവുന്നവരാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന് വന്നിരുന്നത്. പുസ്തകം കയ്യിലെടുത്താൽ 1-ാം ക്ലാസ്സോടുകൂടി പാസ്സാകാൻ കഴിയുന്ന ബുദ്ധിപരമായ കഴിവുകളുള്ളവരായിരുന്നു അന്നത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാവരും. പക്ഷെ അവരെല്ലാം ആദർശ പ്രചോദിതരുമായിരുന്നു. അതുകൊണ്ടാണ് അവർ രാഷ്ട്രീയത്തിൽ വന്നത്. ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. പലരും തങ്ങളുടെ വളരെ ഞങ്ങളെപ്പോലെയുള്ള ഇടത്തരം കുടുംബങ്ങളിൽ നിന്ന് വന്നവരെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം ഒരു മോചനമാർഗമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. എന്നിട്ട് പോലും ആ മോചനമാർഗം നശിപ്പിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ രംഗത്തിലിറങ്ങിയത് വെറും ആദർശ പ്രചോദിതരായിട്ട് മാത്രമാണ്.